എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലിപ്പോൾ ഇറങ്ങാൻ വയ്യ. നമ്മുടെ ഗണേഷ് മന്ത്രി പിണറായിക്ക് പഠിക്കുന്നു എന്നുള്ളത് പോലെ സകല ബസ്സുകളുടെയും പുറകിലും സൈഡിലും മുമ്പിലും എല്ലാ വശങ്ങളിലും പിണറായിയുടെ പടവും വേണ്ട ബഹളമാണ്. മാലിന്യമില്ലാത്ത 10 വർഷം, എവിടെ നോക്കിയാലും മാലിന്യമാണ്. അത് പോട്ടെ, അത് പിന്നെയും സഹിക്കാം, അതൊക്കെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ വേറൊരു തള്ളു തള്ളിയിട്ടുണ്ട്, പവർ കട്ടില്ലാത്ത 10 വർഷം. എന്തൊരു തള്ളാണ് തള്ളിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് AP അബ്ദുള്ളക്കുട്ടി, നമ്മുടെ BJPയുടെ അബ്ദുള്ളക്കുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ട്, വേറെ ഉണ്ട്. എന്നാലും അതുൾപ്പെടെ ഞാൻ പറയാം. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ പവർ കട്ടില്ല. അതിന് പിണറായിക്ക് എന്ത് പവർ കട്ടില്ലെങ്കിൽ? ആമ്പിള്ളേർ വൈദ്യുതി ഉണ്ടാക്കുന്നു, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു, നമുക്കെന്തെന്നേ. കേരളത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്താണ് രസാകരം. 1 നേഷൻ 1 ഗ്രിഡ് 1 ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു പദ്ധതി ഈ നരേന്ദ്രമോദി കൊണ്ടുവന്നു. പദ്ധതിയുടെ പേര് കേട്ടോണം, 1 നേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം, 1 ഗ്രിഡ് ഒരു ഗ്രിഡ്, 1 ഫ്രീക്വൻസി ഒരു തരംഗം, ഒരേ തലം. ഇന്ത്യയിൽ 5 വ്യത്യസ്തമായ ഗ്രിഡ്, ഈ കറണ്ടിൻ്റെ ഗ്രിഡുകളുണ്ടായിരുന്നു 5 സ്ഥലത്തായിട്ട്. സതേൺ ഗ്രിഡ്, നോർത്തേൺ ഗ്രിഡ്, മിഡിൽ ഗ്രിഡ് എന്നൊക്കെ പറഞ്ഞ് നോർത്ത് ഈസ്റ്റ് ഗ്രിഡ് എന്ന് റെയിൽവേ ഉള്ളതുപോലെ 5 ഗ്രിഡ് ഉണ്ടായിരുന്നു. ഇതിൽ സതേൺ ഗ്രിഡും ഈ നോർത്തേൺ ഗ്രിഡുമായിട്ടൊന്നും ബന്ധമില്ലായിരുന്നു. നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ ഗ്രിഡുകളെല്ലാം കൂടെ ഒന്നിപ്പിച്ചു. അപ്പോൾ ഒറ്റ ഗ്രിഡാണിപ്പോൾ. 1 നേഷൻ 1 ഗ്രിഡ് 1 ഫ്രീക്വൻസി എന്നും പറയാൻ BJPക്ക് ഇവിടെ ആളുമില്ല, അവർക്കത് അറിഞ്ഞും കൂടാ. അതുകൊണ്ടാണ് വേറെ തമാശ. അത് പോട്ടെ. 2013 ഡിസംബറിലാണ് സതേൺ ഗ്രിഡിനെ നാഷണൽ ഗ്രിഡുമായി ബന്ധിപ്പിച്ചത്. ഇന്ത്യയിലുടനീളം തടസ്സമില്ലാത്ത വൈദ്യുതി പ്രവാഹം അതിനുശേഷം സാധ്യമായി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ PGCIL ഈ നീക്കമാണ് കേരളത്തിന് രക്ഷ പിടിച്ചത്. ഉൽപ്പാദനത്തേക്കാൾ ഉപഭോഗം താങ്ങായി വന്നത് കേന്ദ്രവിഹിതമാണ്, കേന്ദ്രം തരുന്നതാണ്. ഇനി തമാശ എന്തെന്നറിയാമോ? തിരുവനന്തപുരത്ത് അടക്കം ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്ന് പറഞ്ഞ് ഓടുന്നൊരു സാധനമുണ്ട്. പെട്രോളില്ല, ഡീസലില്ല എന്നൊക്കെ പറഞ്ഞ് ഓടുന്നൊരു വെഹിക്കിളുണ്ട്. ഈ വെഹിക്കിള്, ഇലക്ട്രിക് വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് എവിടെ നിന്ന് വരുന്നതെന്നറിയാമോ? അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന ഇന്ധനം എവിടെ നിന്നാണ് വരുന്നത്? അത് തെർമൽ പവറാണ്. തെർമൽ പവർ എന്ന് പറഞ്ഞാൽ അവിടെ കൽക്കരി കത്തിക്കുന്നതല്ലേ. പോട്ടെ, അതൊക്കെ പറഞ്ഞാൽ ഈ അബദ്ധ പഞ്ചാംഗമാണ് നമ്മൾ. 2023-24 കണക്കുകൾ മാത്രം എടുത്താലും കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം 5700 MU മാത്രമാണ്. എന്നാൽ നാഷണൽ ഗ്രിഡിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് 24,900 MU ആണ്. 5700 ഇവിടെ കിടക്കുന്നു, 24,900 ഇവിടെ കിടക്കുന്നു. സ്വന്തം നിലയിൽ ഉൽപ്പാദിക്കാൻ കഴിയാത്ത കേരളത്തിന് പിന്നെ പവർ കട്ടില്ലാത്ത വെളിച്ചം നൽകുന്നത് സമ്പൂർണ്ണമായി കേന്ദ്രത്തിൻ്റെ വിഹിതമാണ്. ഇനി ഒരു തമാശ ഞാൻ പറഞ്ഞുതരാം. കേന്ദ്ര സർക്കാരല്ല ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. തെർമൽ പവറുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ അദാനിയുണ്ട്, അംബാനിയുണ്ട്, വൻകിട കോർപ്പറേറ്റ് മുതലാളിമാരാണ്. അപ്പം നമ്മുടെ AKG സെൻറ്ററിലും ചിന്തയിലും അതുപോലെ ദേശാഭിമാനിയിലും ഒക്കെ ഇരുന്ന് ഇങ്ങനെ പിന്നെ എഴുതി തകർക്കൊല്ല. ഇന്നത്തെ കേരള കൗമുദിയിൽ ഒരു മാന്യദേഹം എഴുതിയിട്ടുണ്ട്, ഒരു വിവേകാനന്ദൻ. നേരത്തെ വിവരാവകാശ കമ്മീഷണറായിട്ടിരുന്ന കമ്മീഷനിൽ ഒരംഗമായിരുന്ന KPCTയുടെ ഒക്കെ നേതാവായിരുന്ന ഒരു വിവേകാനന്ദൻ, പ്രൊഫസറാണ്. അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ആഗോളവൽക്കരണത്തിന്, കോർപ്പറേറ്റ് വൽക്കരണത്തിന്, നരേന്ദ്രമോദിക്കെതിരെ വർഗീയ പിന്തിരിപ്പൻ ശക്തി എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം എഴുതി ഏതിലാണെന്നറിയാവോ? ഈ കറണ്ടിലിരുന്നിട്ടാണല്ലോ. ഈ കറണ്ട് എവിടെ നിന്നാണെന്നറിയാവോ? ഈ പറയുന്ന ഇന്ത്യൻ കുത്തകകളുടെ കറണ്ടേ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നാണ് തള്ളി മറിക്കുന്നത്. അതിൽ കിടന്നുറങ്ങും, ആ AC കിടന്നുറങ്ങും, ആ കറണ്ട് ഉപയോഗിക്കും, നമ്മൾ തള്ളി മറിക്കും. അതാണ് നമ്മൾ. കമ്പ്യൂട്ടർ വന്നപ്പോഴും അങ്ങനെയാണല്ലോ. കമ്പ്യൂട്ടർ പാടില്ല എന്ന് ആദ്യത്തെ പ്രിൻ്റ് ഔട്ട് എടുത്തത് കമ്പ്യൂട്ടറിലാണ്. പ്രിൻ്റ് ഔട്ട് എടുത്താണ് നമ്മൾ പറത്തിയത്. കമ്പ്യൂട്ടർ പാടില്ല. ആദ്യത്തെ പ്രിൻ്റ് ഔട്ട് എടുത്തത് കമ്പ്യൂട്ടറിലാണ് കേട്ടോ. 10 വർഷത്തെ കൊണ്ട് കുതിച്ചുയർന്ന വൈദ്യുതി വിഹിതത്തിൻ്റെ കണക്ക് കേന്ദ്രം കഴിഞ്ഞ 10 വർഷത്തിൽ 2014 മുതൽ ഉണ്ടായിരുന്നതിനേക്കാൾ 6 ഇരട്ടിയാണ് ഇപ്പോൾ നമ്മൾ വൈദ്യുതി കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുന്നത്. കേന്ദ്രത്തിൻ്റെ ഉദയ് പദ്ധതിയും ട്രാൻസ്മിഷൻ ലൈനുകളുടെ നവീകരണമാണ് ഇത് സാധ്യമാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എതിർത്തിട്ടും ജയിച്ച ഒരു കൂടംകുളം പദ്ധതിയുണ്ട്. കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിൽ. അതിനെതിരെ എനിക്ക് വേറെ അഭിപ്രായമുണ്ട്, അത് വേറെ കാര്യം. അതിൻ്റെ പാരിസ്ഥിതിക വിഷയത്തെ സംബന്ധിച്ചൊക്കെ മറ്റു ചില അഭിപ്രായങ്ങളുണ്ട്. അത് ഈ വീഡിയോയുടെ ഒരു പർവ്യൂവിൽ വരുന്നതല്ല. പക്ഷേ എന്നാൽ പോലും ആ കൂടംകുളം പദ്ധതിയുടെ ആണവ നിലയവും ഇന്ന് നാഷണൽ ഗ്രിഡിൻ്റെ ഭാഗമാണ്. അതിൽ നിന്നും കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ കൂടംകുളം ആണവ നിലയത്തിൽ നിന്നുള്ള കറണ്ട്, നോർത്ത് ഇന്ത്യയിലെ തെർമൽ പ്ലാന്റുകളിൽ നിന്നുള്ള കറണ്ട്, ഇവയെല്ലാം കൂടിയാണ്
കേരളത്തിന് വൈദ്യുതി ലഭിക്കുന്ന കൂടാതെ റായ്ഗഡ്, പുഗലൂർ, തൃശ്ശൂർ HVDC ലൈൻ പോലെയുള്ള വമ്പൻ കേന്ദ്ര പദ്ധതികളാണ് കേന്ദ്രത്തിൻ്റെ ക്ഷാമം പരിഹരിച്ചത്. കേരളത്തിൽ പവർ കട്ടില്ലാത്തത് സംസ്ഥാനം കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് തള്ളി മറിക്കരുത് ചേട്ടാ. നമ്മൾ സൈലൻറ്റ് വാലി പദ്ധതി വന്നതിന് ശേഷം, ആ പദ്ധതിയെ എതിർത്തതിന് ശേഷം യാതൊരു കറണ്ടും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. മില്ലി വൈദ്യുത പദ്ധതികൾ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും മൈൻഡ് ചെയ്തിട്ടില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന 8 ഡിഗ്രിക്കും 10 ഡിഗ്രിക്കും അക്ഷാംശത്തിനിടയ്ക്കിൽ കിടക്കുന്ന കേരളത്തിൽ സോളാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ത്രീയുടെ പേരാണ്. ഒരു കാരണവശാലും നമുക്ക് സ്ത്രീകളെ അപമാനിക്കേണ്ടെന്ന് ഞാൻ പേര് പറയുന്നില്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിന് പോലും അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ പേരാണ് കേരളത്തിൽ സോളാർ എന്ന്. ഇപ്പോൾ ക്ലാസ് എടുക്കുക, സോളാർ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ എസിൽ തുടങ്ങുന്ന വേറൊരു പേര് വരും. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മൾ, അല്ലെങ്കിൽ സോളാറിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. എന്നാൽ ജലവൈദ്യുത പദ്ധതിയാണ് നമുക്ക് ആകപ്പാടെ ഉള്ളത്. അത് നമുക്ക് വനം മുറിക്കാൻ പറ്റത്തില്ല. നമുക്ക് സൈലൻറ്റ് വാലി കഴിഞ്ഞ് ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റിയില്ല. അതിനുശേഷം ആതിരപ്പള്ളിയില്ല, ഒരു പദ്ധതിയുമില്ല, കുഴപ്പമില്ല. ജലവൈദ്യുത പദ്ധതി നമുക്കില്ല, സോളാറിലെ പദ്ധതിയില്ല. പിന്നെ എവിടെ നിന്നാണ് കറണ്ട്? നമ്മൾ 24,900 പുറത്തുനിന്ന് വരുത്തിയിട്ട് 5,700 ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ തള്ളും. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ മറ്റ് മേഖലകളിൽ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒന്നുകിൽ തമിഴനുണ്ടാക്കി തരണം, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനക്കാരന്മാരുണ്ടാക്കി തരണം, നമ്മൾ തള്ളും. ഇതാണ് കേരളം. മുട്ട എവിടെ നിന്ന്? തമിഴ്നാട്ടിൽ നിന്ന്. പാലെവിടെ നിന്ന്? തമിഴ്നാട്ടിൽ നിന്ന്. പച്ചക്കറി എവിടെ നിന്ന്? തമിഴ്നാട്ടിൽ നിന്ന്. പൂവ് എവിടെ നിന്ന്? തോവാളയിൽ നിന്ന്. പാറ്റുകാൽ പൊങ്കാല വരുന്നത് ഈ സ്ത്രീകൾ തിരുവനന്തപുരത്ത് വരികയല്ലേ, ധാരാളം സ്ത്രീകൾ വരുന്നത്. എല്ലാവരും വയ്ക്കുന്ന പൂവ് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിൽ തോവാളയിൽ നിന്ന്. ഓണത്തിന് പൂവ് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിലെ തോവാളയിൽ നിന്ന്. മുട്ട എവിടെ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്ന്. അരി എവിടെ നിന്നാണ്? ആന്ധ്രയിൽ നിന്ന്. പഞ്ചാര എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിൽ നിന്ന്. തേയില എവിടെ നിന്നാണ്? നമ്മുടെ തേയില നമ്മൾ കയറ്റി വയ്ക്കും, എന്നിട്ട് മറ്റ് തേയില വാങ്ങിക്കും. നമ്മൾ സകല സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങും, കറണ്ടും പുറത്തുനിന്ന് വാങ്ങും. പക്ഷേ നമ്മളിവിടെ ബോർഡ് വയ്ക്കും, ഫ്ലെക്സ് വയ്ക്കും, തള്ളി മറിക്കും. ആ തള്ളിമറിയലിൽ ഈ ഒരു PR വർക്ക് കൂടിയുണ്ട്. പവർ കട്ടില്ലാത്ത 10 വർഷം സമ്പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളതാണ്. മാത്രമല്ല ഇന്ത്യൻ കുത്തകകൾക്കുള്ളതാണ്, കോർപ്പറേറ്റുകൾക്കുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയപ്പെട്ട നമ്മുടെ കൂലി എഴുത്തുകാരെ, നിങ്ങളുടെ ലൈറ്റ് ഓഫ് ചെയ്തേക്കുക, AC ഓഫ് ചെയ്തേക്കുക. നമുക്കിതൊന്നും തരാൻ ഇവിടെ കറണ്ടില്ല. നമ്മുടെ കറണ്ട് മാത്രം ഉപയോഗിച്ചിരുന്നപ്പോൾ ആണ്ടോടാണ്ടും ദിവസത്തോട് ദിവസവും മണിക്കൂറുകളോളം നമുക്ക് പവർ കട്ടായിരുന്നു. ആമ്പിള്ളാർ, മറ്റു സംസ്ഥാനക്കാർ നല്ല കുറഞ്ഞ ചിലവിൽ കറണ്ടുണ്ടാക്കി നമുക്ക് നാഷണൽ ഗ്രിഡ് വഴി, സദേൺ ഗ്രിഡെല്ലാം കളഞ്ഞ് നാഷണൽ ഗ്രിഡ് വഴി നമ്മളെ വീടുകളിൽ കറണ്ട് എത്തിക്കുമ്പോൾ നമ്മൾ വർത്തമാനം പറയും. പിന്നെ ഈ വർത്തമാനം പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാനിവിടെ ഞങ്ങളുടെ ഈ വീടും സ്റ്റുഡിയോ ഒക്കെ പ്രവർത്തിക്കുന്നത് പ്രധാനമായും സോളാറിലാണ്. അതും കൂടി മനസ്സിലാക്കിക്കൊള്ളുക. എന്തായാലും ഞങ്ങൾക്ക് അതുകൊണ്ട് കുത്തകകളെയൊക്കെ വേണമെങ്കിൽ കുറച്ച് തരം ഞങ്ങൾക്ക് പറയാം. പക്ഷേ ഈ എഴുതിപ്പിടിപ്പിക്കുന്ന ചേട്ടന്മാർക്കൊന്നും അതിന് അവകാശമില്ല. അതുകൊണ്ട് നിങ്ങൾ പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിനെതിരെ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് എടുത്ത് പ്രതിഷേധിച്ചതുപോലെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ നാഷണൽ ഗ്രിഡിൽ നിന്ന് കിട്ടുന്ന പവർ ഓഫ് ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ ഒരു ബൾബ് കൂടി ഇട്ടുകൊണ്ട് നമുക്ക് വീണ്ടും പ്രതിഷേധിക്കാം. സാമ്രാജ്യത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ, ഇന്ത്യൻ കുത്തകകൾക്കെതിരെ ഒന്നുകൂടി നമുക്ക് മുണ്ട് മടക്കി കുത്താം.